ക്രൈസ്തവരെന്ന ദുഃഖവെള്ളി ആചരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ പള്ളിയിലെ കാഴ്ചകളാണ് കാണുന്നത്. സിറോ മലബാർ, ലത്തീൻ, സിറോ മലങ്കര സഭകളുടെ സംയുക്ത കുരിശിൻ്റെ വഴി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിൽ ആമുഖ സന്ദേശം നൽകിയത്. അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്ന് അദ്ദേഹം ആമുഖ സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തെ ഒരു പൗരൻ എങ്കിലും ഭയപ്പെട്ടു ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ വിഭാഗം രാജ്യത്ത് നേരിടുന്ന വലിയ തരത്തിലുള്ള അവഗണന, വലിയ തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു സന്ദേശത്തിൽ അത്തരമൊരു പരാമർശം നടത്തിയത്. നമുക്കറിയാം, രാജ്യത്ത് ക്രൈസ്തവ വിഭാഗം നേരിടുന്ന പീഡനാനുഭവങ്ങളൊക്കെ തന്നെ, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, മണിപ്പൂരിലുണ്ടാകുന്ന സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. കുരിശ് സഹോദര്യത്തിൻ്റെ ശക്തിയാണ്, അതിനെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ നടക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ട്. ഇപ്പോൾ കുരിശിൻ്റെ വഴിയത് പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് ഷീജ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, ഇപ്പോൾ കുരിശിൻ്റെ വഴി ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഒപ്പം തന്നെ അദ്ദേഹം ആമുഖ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫാദർ തോമസ് തറയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഏതായാലും യേശുവിനെ കുരിശിലേക്കിന്റെ ആ ഒരു ഓർമ്മയിലാണ് ഇതിപ്പോൾ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സംയുക്ത കൊച്ചിന്റെ വഴിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അത് 3 സഭകൾ സംയുക്തമായാണ്. അതായത് സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര സഭകളാണ് സംയുക്തമായി ഈ ഒരു കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നത്. ഈ 3 സഭകളുടെയും പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ചെറ്റോ പിതാവ് തന്നെയാണ് ഈ ഒരു ഇതിന് നേതൃത്വം നൽകുന്നതും. അതിന് മുൻപായി ആമുഖമായി സംബന്ധിച്ചത് സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായിട്ടുള്ള ഫാദർ തോമസ് തറയിലായിരുന്നു ഇതിൽ ആമുഖ സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുകയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആമുഖമായി തന്നെ പറഞ്ഞത്. രാജ്യത്തെ ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്ത്, കുരിശ് സാഹോദര്യത്തിന്റെ ശക്തിയാണ്, അതിനെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ നടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ആമുഖ സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും സംയുക്ത കുരിശിന്റെ വഴി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പാളയം വഴി ആരംഭിച്ചത് ഈ നഗരത്തിൽ പ്രദക്ഷിണം നടത്തി തുടർന്ന് വീണ്ടും ഈ പാളയം പള്ളിക്ക് മുന്നിൽ തന്നെ എത്തി സമാപിക്കും. അപ്പോൾ സമാപന സന്ദേശം നൽകുക ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫാദർ തോമസ് ചെറ്റോ പിതാവായിരിക്കും. അദ്ദേഹം തന്നെ ഈ ഒരു സന്ദേശം നൽകിയതിനു ശേഷം മറ്റ് പള്ളികളിലെ ചടങ്ങുകൾ അതിലേക്ക് ഇത് മാറുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ സംയുക്ത വഴിയാണ് ഇപ്പോൾ ഇവിടെ പാളയത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ LDF UDF സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നേരത്തെ പള്ളിയിൽ അവിടെ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഈ ഫാദർ തോമസ് തറയിലിന്റെ ആമുഖ സന്ദേശം അത് ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യം മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം, വലിയ തരത്തിലൊരു ക്രൈസ്തവ വിഭാഗം നേരിടുന്ന അക്രമ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂരിലെ ഈസ്റ്റർ ദിനത്തിന്റെ ഔദ്യോഗിക അവധിയൊക്കെ പിൻവലിച്ച സംഭവം ഉണ്ടായത്. വിവാദമായതിനു ശേഷമാണ് ആ ഒരു ഉത്തരവൊക്കെ പിൻവലിച്ചത്. അത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരമൊരു ആമുഖ സന്ദേശം അത് ഏറെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് തന്നെയല്ലേ? ഇവരുടെ നിലപാട് കൂടിയല്ലേ അത് സൂചിപ്പിക്കുന്നത്?
തീർച്ചയായും കീർത്തി, അത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. വർദ്ധനയുടെയും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്കറിയാം, മണിപ്പൂരിന്റെയൊക്കെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. കീർത്തി കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഒരു വേട്ടയാടൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് രാജ്യത്തെ ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും അദ്ദേഹവും കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള, അതായത് ഫാദർ തോമസ് പറയും, അതോടൊപ്പം തന്നെ അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്താനാണ് അദ്ദേഹമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഫാദർ തോമസ് നെറ്റോ പിതാവ് തുടങ്ങിയവർ ഈ ഒരു കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുരിശിന്റെ വഴി ഈ നഗരപ്രദക്ഷിണം കഴിഞ്ഞ് പാളയം പള്ളിക്ക് മുൻപിൽ സമാപിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുഃഖവെള്ളിത്തിന്റെ സന്ദേശം ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പായിരിക്കും നൽകുക. അദ്ദേഹവും ഇപ്പോഴത്തെ ഈ ഒരു സമകാലീന രാഷ്ട്രീയ വിഷയത്തിലൂടെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദേശം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. എപ്പോഴേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുരിശിന്റെ വഴി സമാപിക്കുന്നത് എവിടെയായിരിക്കും? അതിനുശേഷം എന്തെങ്കിലും അതിനുശേഷമുള്ള ചടങ്ങുകൾ അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോഴേതായാലും പാളയം പള്ളിക്ക് മുന്നിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു സംയുക്ത കുരിശിന്റെ വഴി ആരംഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ കടന്നുപോയി അതിനുശേഷം ഇവിടുന്ന് നിയമസഭയ്ക്ക് മുന്നിലൂടെ പോയി LMS വഴി വീണ്ടും ഈ പാളയം പള്ളിക്ക് മുന്നിൽ എത്തിയാണ് സമാപിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലത്തീൻ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് സമാപന സന്ദേശം നൽകുക. അതിനുശേഷം ഈ സംയുക്ത കുരിശിന്റെ വഴി അവസാനിക്കുന്നതായിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പള്ളികളിലുള്ള ചടങ്ങുകളായിരിക്കും. അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ പെസഹാവ്യാഴത്തിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയൊക്കെ നടന്നിരുന്നു. യേശുവിന്റെ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടായിരുന്നു ആ രീതിയിൽ ഉള്ള ചടങ്ങുകൾ ഒക്കെ തന്നെ ദേവാലയങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ യേശുവിന്റെ കുരിശു മരണത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ ഒരു ദുഃഖവെള്ളി ദിനത്തിൽ ഒരു സംയുക്ത കുരിശിന്റെ വഴി നടക്കുന്നത്. ഇപ്പോൾ ഉയർപ്പിന്റെ ദിനമാണ്. അത് ഞായറാഴ്ച രാവിലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളും പള്ളിയിൽ നടക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾക്കൊക്കെ നടക്കുന്നതായിരിക്കും. പിന്നെ ഏതായാലും ഈ ഒരു സംയുക്ത കുരിശിന്റെ വഴി പൂർത്തിയായതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ ദേവാലയങ്ങളിൽ നടക്കുക. ഷിജിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ സംയുക്ത കുരിശിന്റെ വഴി അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.